2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിൽ BD ദേവസി എന്ന CPIM നേതാവ് ജയിച്ചത് 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. 2021 ആ മണ്ഡലം CPIMൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്തപ്പോൾ ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സനീഷ് കുമാർ ജോസഫ് 1057 വോട്ടുകൾക്ക് അവിടെ അട്ടിമറി വിജയം നേടി. ഒന്നാലോചിക്കണം, തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസിന് പതനമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ ഇരുന്നപ്പോൾ സനീഷ് കുമാർ ജോസഫാണ് അഭിമാനാർഹമായി ആ ജില്ലയിൽ ഒരു സീറ്റെങ്കിലും നേടിക്കൊടുത്തത് എന്നത് വ്യക്തമായ കണക്കുകളാണ്. തൃശ്ശൂർ ജില്ലയിൽ BD ദേവസി അടക്കമുള്ളവർ CPIMനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന് ആലോചിക്കണം, കേരള കോൺഗ്രസ് എമ്മിന് ഇതുപോലെ CPIMൻ്റെ ഉറച്ച സീറ്റുകൾ പലതും കൊടുക്കുന്നത് വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും CPIക്ക് ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ച ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ല. CPIയെ കാണുന്നത് അവജ്ഞതയോടെയാണ്. അവരെ എല്ലാ രീതിയിലും രണ്ടാം തരക്കാരായി കാണുന്നു. എന്നാൽ ഇന്നലെ ഒട്ടാൻ വന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ, ജോസ് കെ മാണി ഗ്രൂപ്പിനെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ദിവാകരൻ അടക്കമുള്ള CPIയിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. തൃശ്ശൂരിൽ ഒരു പൊട്ടിത്തെറി രൂക്ഷമാണ്. CPI സംഘർഷം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അള്ളുവയ്ക്കാൻ നോക്കിയവരെ കൃത്യമായി കാണുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു കെ മുരളീധരൻ പറഞ്ഞതെങ്കിൽ CPIMൽ മറ്റൊരു രീതിയാണ്. CPIക്കാർ പരിപൂർണമായി CPIMനെ അവിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലേബലാണ് ഇപ്പോൾ അജിത് കുമാറിനെതിരെ CPIയുടെ മന്ത്രി തന്നെയായിട്ടുള്ള റവന്യൂ മന്ത്രി തന്നെയായിട്ടുള്ള K രാജൻ പറഞ്ഞത്. CPM അറിയാതെ തൃശ്ശൂർ ജില്ലയിൽ ഇത്തരത്തിൽ ഒരു പണി നടക്കില്ല. അതായത് സുരേഷ് ഗോപിയുടെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വല്ലാതെ ചർച്ചയാകുന്നത്. ഒന്ന് ആലോചിക്കണം, 26,000 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം BD ദേവസി എന്ന CPIM കാൻഡിഡേറ്റ് പൊരുതി ജയിച്ച മണ്ഡലത്തിലാണ് സനീഷ് കുമാർ ജോസഫ് മിന്നുന്ന രീതിയിൽ അവിടെ തിരിച്ചു പിടിച്ചത്. 1057 വോട്ടുകൾക്ക് സുവർണ തിളക്കമുണ്ട് എന്നുള്ളതും അത് ചരിത്രത്തിൻ്റെ ഒരു മാറ്റമായി തന്നെയാണ് കണക്കാക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ആ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും വീണ്ടും സൃഷ്ടിക്കുകയാണ്. ഇത്തരത്തിലാണ് ഓരോ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. CPIMൻ്റെ എല്ലാ കട്ടയും പടവും മടങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.